പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചന പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഓരോ സമയവും ഓരോ നിമിഷവും അവിടുത്തെ തിരുസാന്നിധ്യത്തിലേക്ക് നമ്മളെത്തുമ്പോൾ അവിടുന്ന് നമ്മോട് പറയുന്ന കാര്യം ഇതാണ്: നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ വാക്യം. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമാണ് ഒരാൾ നമ്മെ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുന്നത്. വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ പേര് ചൊല്ലി ഒരാൾ വിളിച്ചാൽ സ്വാഭാവികമായി നമ്മൾ തിരിഞ്ഞു നോക്കും. ആ വ്യക്തിയോട് നമുക്ക് സ്വാഭാവികമായൊരു സ്നേഹം തോന്നുകയും ചെയ്യും. അത് സ്വല്പം കൂടി ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരാണ് എങ്കിൽ ആ സ്നേഹത്തിന് ആഴം കൂടും. നമ്മുടെ സന്തോഷത്തിന് ഭയങ്കരമായൊരു സന്തോഷമുണ്ടാവും, സന്തോഷം കൂടും. ഇനി അവിടെ വന്നിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥിയാണ് നമ്മുടെ പേര് പറഞ്ഞ് നമ്മെ വിളിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് അഭിമാനം തോന്നും, സന്തോഷം തോന്നും. അതെല്ലാം ഇരട്ടിയായി ഇരട്ടിയായി വർദ്ധിച്ചു വരും. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ കർത്താവാണ് ഞാൻ പറയുന്നത്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഒരു വലിയ സന്തോഷം, വലിയൊരു ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും തുടർന്ന് പറയുന്നുണ്ട് യെശയ്യാ പ്രവാചന പുസ്തകം 49-ാം അധ്യായം 15-ാം വാക്യം. നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും വലിയൊരു സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് അമ്പരാന് മുമ്പിൽ നമുക്കായിരുന്നു കൊണ്ട് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. തൃത്വിക ദൈവമേ, പരിപൂർണമായി നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പരിപൂർണമായി നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കാണുന്ന ദൈവം, നമ്മുടെ പേര് ചൊല്ലി വിളിക്കാൻ മാത്രം നമ്മോട് അത്രമാത്രം അടുപ്പമുള്ള, വാത്സല്യമുള്ള ദൈവം, നമ്മുടെ പേര് ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തമ്പുരാൻ്റെ സ്നേഹം, ആ വലിയ സ്നേഹവും അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എപ്പോഴും തമ്പുരാൻ്റെ ആ വലിയ സ്നേഹം നമുക്ക് സാമീപ്യമാണ്. പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ബോധപൂർവം തിരിഞ്ഞിരിക്കാത്തത് കൊണ്ട് പലപ്പോഴും ആ വലിയ സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കാതെ പോവുകയാണ്. സങ്കീർത്തകൻ 139:4-5 നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു വാക്കെൻ്റെ നാവിൽ നിന്നു വരുന്നതിന് വരെ, എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അവിടുന്ന് അറിയുന്നു. മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ സങ്കീർത്തനെ പോലെ നമുക്കും പറയാനായിട്ട് സാധിക്കട്ടെ. സങ്കീർത്തനം 139:4-5. ഒരു വാക്കെൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അവിടുന്ന് അറിയുന്നു. മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. പരിപൂർണമായി വിട്ടുകൊടുക്കാൻ, പരിപൂർണമായി ജീവിക്കുന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി തമ്പുരാന് സമർപ്പിക്കാം. നമ്മുടെ എന്ത് നിയോഗങ്ങളായിക്കൊള്ളട്ടെ, നിയോഗങ്ങളുടെ നീണ്ട നിര നമ്മുടെ കയ്യിലുണ്ട്, നീണ്ട നിരയുണ്ട്. പക്ഷെ ആ നീണ്ട നിര കയ്യിലിരിക്കുമ്പോഴും ഈശോ ദൈവം പറയുന്ന ഈ ഒരു വാക്യം, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുമ്പിലും പിമ്പിലും നിന്ന് അവിടുന്ന് നമ്മെ കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം നമ്മുടെ മേൽ എപ്പോഴുമുണ്ട്. ഇത്ര വലിയൊരു സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ,
ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ആ വചനത്തിൻ്റെ അഭിഷേകം എപ്പോഴും നമുക്കുണ്ടാവട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങൾ മേലുണ്ടാവട്ടെ. വേദനയുടെയും സങ്കടത്തിൻ്റെയും ഒക്കെ നിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പ്രതീക്ഷിക്കുന്ന സ്ഥലത്തിൽ നിന്നും ലഭിക്കാതെ വരുന്ന പരിഗണനയും അംഗീകാരവും ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. അംഗീകരിക്കപ്പെടേണ്ടടുത്ത് അംഗീകരിക്കപ്പെടാതെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. ആ വേദന ആർക്കും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നല്ല തമ്പുരാനതറിയാം. കാരണം ഈ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നവൻ അവൻ അനുഭവിച്ച വേദനകൾ അവിടുന്നറിയാൻ അവിടത്തേക്ക് മാത്രമേ നമ്മെ അറിയാൻ പറ്റൂ. രക്ഷകനായി കടന്നു വന്നവനെ ക്രൂശിച്ച ഒരു ജനമാണ്. അപ്പോൾ അവിടുന്ന് അനുഭവിച്ച വേദനയുടെ ആധിക്യം അവിടത്തേക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാം എപ്പോഴും രക്ഷാദായകമായിരിക്കട്ടെ. എല്ലാവരോടും, നമ്മെ വേദനിപ്പിക്കുന്നവരോടും, നമ്മെ സ്നേഹിക്കുന്നവരോടും, നമ്മെ പരിഗണിക്കുന്നവരോടും, നമ്മെ അവഗണിക്കുന്നവരോടും, നമ്മുടെ കൂടെ നിൽക്കുന്നവരോടും, നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരോടും, നമ്മെക്കുറിച്ച് നല്ലത് പറയുന്നവരോടും, നമ്മളെക്കുറിച്ച് മോശം പറയുന്നവരോടും, എല്ലാവരിലേക്കും ഈശോയുടെ സ്നേഹം സമൃദ്ധമായി ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ മഴ പെയ്ക്കുന്ന തമ്പുരാൻ്റെ സ്നേഹം പോലെ, തമ്പുരാൻ്റെ കരുതൽ പോലെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സ്നേഹവും നമ്മുടെ പരിഗണനയും നമ്മുടെ നല്ല വാക്കുകളും അനുഗ്രഹത്തിൻ്റെ വാക്കുകളും എല്ലാം എല്ലാവരിലേക്കും സമർത്ഥമായി ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരുപക്ഷേ പലരും നമ്മയൊക്കെ വേദനിപ്പിക്കുന്നതിന് കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ കിട്ടാതെ വന്നപ്പോൾ അതിൽ അസ്വസ്ഥരായിട്ടായിരിക്കാം അവരൊക്കെ പലപ്പോഴും നമ്മളോട് പരിഗണന കാണിക്കാത്തതും അവഗണിക്കുന്നതും സ്നേഹിക്കാത്തതും മൈൻഡ് ചെയ്യാത്തതും അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നടക്കുന്നതും എല്ലാം അതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി കൂടുതൽ 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 തീക്ഷ്ണതയോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. കാരണം അവർക്ക് അനുഗ്രഹം കിട്ടിയാലേ അവർക്ക് ശാന്തമാകാൻ പറ്റുള്ളൂ. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹപൂർവ്വം എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മെ കരുതുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ മറ്റുള്ളവരെ നമുക്ക് പറ്റുന്ന വിധത്തിലൊക്കെ സ്നേഹത്തോടെ നല്ല വാക്കുകളോടെ ഒക്കെ നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കട്ടെ. ഈശോയുടെ വലിയ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാം. ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായി നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസവും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ വളർന്നു വരുന്നത്. അവിടുത്തെ സജീവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് പോകാനായിട്ട്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അമ്മ നോക്കിക്കോളും. അമ്മയ്ക്ക് പരിപൂർണമായി നമുക്ക് വിട്ടുകൊടുത്താൽ മാത്രം മതി. അമ്മ നമ്മുടെ എപ്പോഴും കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാം. അമ്മയുടെ വലിയ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യത്തെ വേണ്ടും വിധത്തിൽ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ ആരാധനയുടെ കുറവുകളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ അമ്മ അതെല്ലാം കാത്തുകൊള്ളും. നമ്മുടെ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ നിയോഗം വിമല ഹൃദയം വഴിയായി നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ കരുതലും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.